ഗുഡ് ഈവനിംഗ്. ഗൾഫ് ടുഡേയിലേക്ക് സ്വാഗതം. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. അമേരിക്ക ഇറാൻ സമാധാന നീക്കങ്ങളിൽ വീണ്ടും പ്രതിസന്ധി. ഇടനിലക്കാർ വഴിയുള്ള ചർച്ചകൾ അവസാനിപ്പിക്കുന്നതായി ഇറാൻ അറിയിച്ചു. ലബനോനിലും ഗസയിലും ഇസ്രയേൽ ആക്രമണം തുടരുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. അമേരിക്കയുമായുള്ള കരാറിന് ലബനോനിൽ വെടിനിർത്തൽ അനിവാര്യമെന്ന് ഇറാൻ. ഹോർമൂസ് വഴിയുള്ള കപ്പൽ ഗതാഗതം പൂർണ്ണമായി തടയാൻ ഇറാന്റെ നീക്കമെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇറാൻ വാർത്താ ഏജൻസിയായ തസ്നിമാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിട്ടത്. ലബനനിലും ഗസയിലും ഇസ്രായേൽ ആക്രമണം തുടരുന്ന സാഹചര്യത്തിലാണ് ഇറാന്റെ തീരുമാനം. അമേരിക്കയുമായുള്ള കരാറിന് ലബനനിൽ വെടിനിർത്തൽ അനിവാര്യമാണെന്ന് ഇറാൻ. ലബനനിലെ ആക്രമണങ്ങൾ ഏപ്രിൽ 8-ന് അമേരിക്കയുമായുണ്ടാക്കിയ വെടിനിർത്തൽ കരാറിന്റെ ലംഘനമാണെന്നും ഇറാൻ പ്രതികരിച്ചു. ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായി തടയുമെന്നും റിപ്പോർട്ടുണ്ട്. ഗൾഫിലെ മറ്റൊരു പ്രധാന ജലപാതയായ ബാബൽ മണ്ഡപ് വഴി വരുന്ന വാണിജ്യക്കപ്പലുകൾ ആക്രമിക്കാൻ ഇറാൻ ഭരണകൂടം അനുമതി നൽകിയെന്നും റിപ്പോർട്ടുകളുണ്ട്. വെടിനിർത്തൽ ലംഘനത്തിന്റെ അനന്തരഫലങ്ങൾക്ക് അമേരിക്കയും ഇസ്രായേലും ഉത്തരവാദികളാണെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗ്ചി എക്സിൽ കുറിച്ചു. ഇറാൻ-US സമാധാന കരാർ ഉടനുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നതിനിടെയാണ് പശ്ചിമേഷ്യ വീണ്ടും സംഘർഷത്തിലേക്ക് നീങ്ങുന്നത്. ചർച്ചകൾക്കിടയിലും ഇറാന്റെ റഡാർ, ഡ്രോൺ നിയന്ത്രണ കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്ക ആക്രമണം നടത്തിയിരുന്നു. ആക്രമണത്തിന് മറുപടിയായി US വിമാനങ്ങൾ ഉപയോഗിച്ച വ്യോമതാവളം ആക്രമിച്ചെന്ന് IRGCയും വ്യക്തമാക്കിയിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക് 24. കുവൈത്തിന് നേരെയുള്ള ഇറാൻ ആക്രമണത്തെ ശക്തമായി അപലപിച്ച UAE. ഇറാന്റേത് ഭീകരാക്രമണമെന്ന് വിദേശകാര്യ മന്ത്രാലയം കുറ്റപ്പെടുത്തി. മേഖലയുടെ സ്ഥിരത തകർക്കലാണ് UAEയുടെ ലക്ഷ്യമെന്ന് നയതന്ത്ര ഉപദേഷ്ടാവ് അൻവർ ഗർഗാഷ് എക്സിൽ കുറിച്ചു. ഇന്ന് പുലർച്ചെയാണ് കുവൈറ്റിന് നേരെ ഇറാന്റെ ആക്രമണമുണ്ടായത്. കഴിഞ്ഞ 2 ആഴ്ചയായി ഗൾഫ് രാജ്യങ്ങളിൽ ഇറാൻ ഇത്തരത്തിൽ ആക്രമണം നടത്തുന്നുണ്ട്. കുവൈറ്റിനു നേരെയുള്ള ഇറാന്റെ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളെ UAE ശക്തമായി അപലപിച്ചു. കുവൈറ്റിന്റെ പരമാധികാരത്തിനു മേലുള്ള കടന്നുകയറ്റമാണ് ഇറാന്റെ ആക്രമണം. ഇതിനെ ഒരു നിലയ്ക്കും അംഗീകരിക്കാനാകില്ലെന്ന് UAE വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. സഹോദര രാജ്യമായ കുവൈറ്റിന് പൂർണ്ണ പിന്തുണ നൽകുന്നു. ഇറാൻ ആക്രമണത്തെ UAE നയതന്ത്ര ഉപദേഷ്ടാവ് അൻവർ ഗർഗാഷും കുറ്റപ്പെടുത്തി. മേഖലയിലെ സ്ഥിരത തകർക്കാനാണ് ഇറാന്റെ ശ്രമം. സംഘർഷം ഒഴിവാക്കാൻ മേഖല ഒന്നാകെ ശ്രമിക്കുമ്പോൾ ഇറാൻ തുടർച്ചയായി ആക്രമണം നടത്തുന്നു. ഇത് തങ്ങളുടെ പരിശ്രമത്തിന് ഭംഗം വരുത്തുന്ന നീക്കമാണെന്നും അൻവർ ഗർഗാഷ് എക്സിൽ കുറിച്ചു. ഇന്ന് രാവിലെ കുവൈറ്റിന് നേരെ നടന്ന ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ വ്യോമ പ്രതിരോധ സേന വിജയകരമായി പ്രതിരോധിച്ചിരുന്നു. ആക്രമണത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഇറാനാണെന്ന് കുവൈറ്റ് വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ കുറ്റപ്പെടുത്തി. 24 ദുബായ്. ഇന്ന് തുറക്കുമെന്ന് പറഞ്ഞ 12ാം ക്ലാസ് പുനർമൂല്യനിർണ്ണയത്തിനായുള്ള പോർട്ടൽ തുറക്കാതെ CBSE. പോർട്ടൽ ഉടൻ പ്രവർത്തനക്ഷമമാകുമെന്ന അറിയിപ്പ് വന്നത് 2 മണിക്ക്. 11 മണിയായിട്ടും പോർട്ടൽ പ്രവർത്തനക്ഷമമായിട്ടില്ല. അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. അച്യുതൻ, ഗുഡ് ഈവനിംഗ്. 2 മണിക്ക് തുറക്കും എന്ന് പറഞ്ഞ പോർട്ടൽ ഇപ്പോൾ 11:39 ആകുന്നു. ഇതുവരെ തുറന്നിട്ടില്ലെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പഠിച്ച് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് മറ്റൊരു പരീക്ഷണം. എന്താണിങ്ങനെ? കൃഷ്ണ, ഈ CBSE 12ാം ക്ലാസ് പുനർമൂല്യനിർണ്ണയ പോർട്ടൽ ഇന്ന് 2 മണിക്ക് വന്ന അറിയിപ്പ് എന്നുള്ളത് ഉടൻ തന്നെ പ്രവർത്തനക്ഷമമാകും എന്നൊരു അറിയിപ്പായിരുന്നു CBSE നടത്തിയത്. എന്നാൽ മണിക്കൂറുകൾ പിന്നിട്ടതായി. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 39 മിനിറ്റ് ആകുമ്പോഴും ഈ പോർട്ടൽ ഇതുവരെ തുറന്നിട്ടില്ല, അല്ലെങ്കിൽ പ്രവർത്തനക്ഷമമായിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാനായി കഴിയുന്നത്. ഇതിനോടകം തന്നെ പല വിദ്യാർത്ഥികളും സമൂഹ മാധ്യമങ്ങളിൽ CBSEക്കെതിരെ വിമർശനവുമായി രംഗത്തെത്തുന്ന സാഹചര്യവും ഉണ്ടായി. വാക്കുപാലിക്കാതെ CBSE അവരുടെ ഈ ഒരു ശൈലി തുടരുന്നു എന്നുള്ളതാണ് വിമർശനം. എന്തായാലും ഇതിലിപ്പോഴും ഒരു സാങ്കേതിക പ്രശ്നം നിലനിൽക്കുന്നു എന്ന് വേണം ഈ ഒരു അനിശ്ചിതത്വത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുക. എന്നിരുന്നാലും ഈ വിഷയത്തിൽ ഇപ്പോൾ CBSEയുടെ ഒരു വിശദമായ റിപ്പോർട്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയവും തേടിയിട്ടുണ്ട്. എന്തായാലും വിദ്യാർത്ഥികൾ ഇപ്പോഴും കാത്തിരിക്കുകയാണ്. അവരുടെ ഭാവിയെ സംബന്ധിച്ചുള്ള വിഷയമാണ്. അതിലിപ്പോഴും ഒരു പരിഹാരത്തിലേക്ക് എത്താൻ CBSEക്ക് കഴിഞ്ഞിട്ടില്ല. ശരി. അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. സൗദി അറേബ്യയിലെ സ്വകാര്യ മേഖലയിലെ പർച്ചേസിംഗ് തസ്തികകളിൽ 70% സ്വദേശിവൽക്കരണം നിലവിൽ വന്നു. മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയത്തിന്റെ ഉത്തരവ് പ്രകാരം മെയ് 31 മുതലാണ് പുതിയ നിയമം പ്രാബല്യത്തിൽ വന്നത്. പർച്ചേസിന് മേഖലയിലെ 12ഓളം തസ്തികകളിൽ 3 അതിലധികമോ ജീവനക്കാരുള്ള സ്ഥാപനങ്ങൾക്കാണ് ഈ നിയമം ബാധകമാകുന്നത്. സ്വദേശി ഉദ്യോഗാർത്ഥികൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായാണ് സൗദി മാനവ വിഭവശേഷി മന്ത്രാലയത്തിന്റെ പുതിയ നീക്കം. പർച്ചേസിംഗ് മേഖലയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട 12 തസ്തികകളിലാണ് 70% സ്വദേശിവൽക്കരണം ഏർപ്പെടുത്തിയിരിക്കുന്നത്.
പർച്ചേസിംഗ് മാനേജർ, പർച്ചേസിംഗ് പ്രതിനിധി, കോൺട്രാക്ട് മാനേജർ, സ്റ്റോർ കീപ്പർ, ലോജിസ്റ്റിക്സ് മാനേജർ, വെയർഹൌസ് മാനേജർ എന്നിവർ ഈ നിയമത്തിന്റെ പരിധിയിൽ വരും. കൂടാതെ ടെൻഡർ സ്പെഷ്യലിസ്റ്റ്, പർച്ചേസിംഗ് സ്പെഷ്യലിസ്റ്റ്, ഇ കൊമേഴ്സ് സ്പെഷ്യലിസ്റ്റ്, മാർക്കറ്റ് റിസർച്ച് സ്പെഷ്യലിസ്റ്റ്, വെയർഹൌസ് സ്പെഷ്യലിസ്റ്റ്, പ്രൈവറ്റ് ബ്രാൻഡ് സപ്ലൈ സ്പെഷ്യലിസ്റ്റ് എന്നീ തസ്തികകളിലും സ്വദേശികളെ മാത്രമേ നിയമിക്കാവൂ എന്ന് മന്ത്രാലയം വ്യക്തമാക്കുന്നു. തൊഴിൽ വിപണിയിലെ ഭാവി ആവശ്യങ്ങൾക്കനുസൃതമായി സ്വദേശികളെ ഉയർത്തിക്കൊണ്ടുവരികയും മികച്ച ജോലികളിൽ അവരുടെ പങ്കാളിത്തം ഉറപ്പാക്കുകയുമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. മെയ് 31 മുതൽ തന്നെ മന്ത്രാലയത്തിന്റെ പ്രത്യേക ഫീൽഡ് സ്ക്വാഡുകൾ സ്വകാര്യ സ്ഥാപനങ്ങളിൽ കനത്ത പരിശോധന ആരംഭിച്ചു. നിശ്ചിത സമയപരിധിക്കുള്ളിൽ നിയമം അനുശാസിക്കുന്ന തരത്തിൽ സ്വദേശിവൽക്കരണം നടപ്പിലാക്കാത്ത സ്ഥാപനങ്ങൾക്കെതിരെ കർശനമായ പിഴയും മറ്റു നിയമ നടപടികളും സ്വീകരിക്കുമെന്ന് അധികൃതർ ശക്തമായ മുന്നറിയിപ്പ് നൽകി. ജലീൽ കണമംഗലം, 24 ജിദ്ദ. ലോകത്തെ ഏറ്റവും വലിയ മാനവ സംഗമങ്ങളിലൊന്നായ ഹജ്ജ് കർമ്മങ്ങൾ പകർച്ചവ്യാധികളോ മറ്റ് ആരോഗ്യ ഭീഷണികളോ ഇല്ലാതെ വിജയകരമായി പൂർത്തിയാക്കിയ സൗദി അറേബ്യയ്ക്ക് ലോകാരോഗ്യ സംഘടനയുടെ അഭിനന്ദനം. അത്യാധുനിക സാങ്കേതിക വിദ്യകളും കൃത്യമായ ആരോഗ്യ മുൻകരുതലുകളുമാണ് ഈ വലിയ വിജയത്തിന് പിന്നിലെന്ന് സൗദി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. പകർച്ചവ്യാധികളോ പൊതുജനാരോഗ്യത്തെ ബാധിക്കുന്ന മറ്റു ഭീഷണികളോ ഇല്ലാതെയാണ് ഇത്തവണ ഹജ്ജ് കർമ്മങ്ങൾ പൂർത്തിയായത്. ഇതിനെ തുടർന്നാണ് ലോകാരോഗ്യ സംഘടന സൗദി അറേബ്യയ്ക്ക് പ്രത്യേക അഭിനന്ദനവുമായി രംഗത്തെത്തിയത്. ലോകത്തെ ഏറ്റവും വലിയ ജനസംഗമം മികച്ച രീതിയിൽ കൈകാര്യം ചെയ്ത സൗദി ഭരണകൂടത്തിന്റെ നടപടികൾ മാതൃകാപരമാണെന്ന് ലോകാരോഗ്യ സംഘടനയുടെ ഡയറക്ടർ ജനറൽ ഡോക്ടർ ടെഡ്രോസ് അഥാനോം ഗബ്രിയേസസ് വ്യക്തമാക്കി. തീർത്ഥാടകർക്ക് സുരക്ഷിതമായ അന്തരീക്ഷമൊരുക്കാൻ രാപ്പകൽ പ്രയത്നിച്ച സൗദിയിലെ ആരോഗ്യ പ്രവർത്തകരെ അദ്ദേഹം പ്രത്യേകം അഭിനന്ദിച്ചു. ഇത്തവണത്തെ ഹജ്ജ് വേളയിൽ റോബോട്ടുകളും ഡ്രോണുകളും ഉൾപ്പെടെയുള്ള അത്യാധുനിക സാങ്കേതിക വിദ്യകളാണ് ആരോഗ്യരംഗത്ത് സൗദി പ്രയോജനപ്പെടുത്തിയത്. തീർത്ഥാടകരുടെ ആരോഗ്യനില യാത്രയിലുടനീളം നിരീക്ഷിക്കാൻ ഈ സംവിധാനങ്ങൾ ഏറെ സഹായിച്ചതായി ലോകാരോഗ്യ സംഘടനയുടെ റീജിയണൽ ഡയറക്ടർ ഡോക്ടർ ഹാനാം ബൽഖയും ചൂണ്ടിക്കാട്ടി. ഹജ്ജിന്റെ ആരോഗ്യ സുരക്ഷ എന്നത് ആഗോള ആരോഗ്യ സുരക്ഷയുടെ ഭാഗമാണെന്ന് സൗദി ആരോഗ്യമന്ത്രി ഫഹദ് അൽ ജലാജിൽ വ്യക്തമാക്കി. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾ ഒത്തുകൂടി തിരിച്ചു പോകുന്നതിനാൽ ഹജ്ജിലെ സുരക്ഷ ലോകത്തിന് മുഴുവൻ പ്രധാനമാണ്. കൃത്യമായ വാക്സിനേഷൻ നിബന്ധനകൾ, മുൻകൂട്ടിയുള്ള ആരോഗ്യ പരിശോധനകൾ, ആഗോള സംഘടനകളുമായുള്ള ഏകോപനം എന്നിവയാണ് ഹജ്ജ് രോഗമുക്തമാക്കാൻ സഹായിച്ചത്. സൽമാൻ രാജാവിന്റെയും കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരന്റെയും നേരിട്ടുള്ള മേൽനോട്ടവും പിന്തുണയുമാണ് ഈ വലിയ വിജയത്തിന് പിന്നിലെന്നും സൗദി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. 24 ജിദ്ദ. UAEയിൽ സ്പെഷ്യലൈസ്ഡ് ക്ലിനിക്കുകൾ വികസിപ്പിച്ചതോടെ പുകവലി ഉപേക്ഷിക്കാൻ തയ്യാറാകുന്നവരുടെ എണ്ണത്തിൽ വർധന. 3000-ഓളം പേർ സഹായം തേടിയതായി എമിറേറ്റ്സ് ഹെൽത്ത് സർവീസ് അറിയിച്ചു. പ്രതിരോധ ആരോഗ്യ സേവനങ്ങളുടെ പ്രധാന ഭാഗമാണ് പുകവലി നിർത്തൽ പരിപാടി. ആരോഗ്യകരമായ ജീവിതശൈലിയെ പിന്തുണയ്ക്കുന്നതിനും പുകവലി സംബന്ധമായ രോഗങ്ങൾ കുറയ്ക്കുന്നതിനുമുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് UAEയിൽ സ്പെഷ്യലൈസ്ഡ് ക്ലിനിക്കുകൾ ആരംഭിച്ചത്. UAEയിലുടനീളമുള്ള 3000-ലധികം ആളുകൾ എമിറേറ്റ്സ് ഹെൽത്ത് സർവീസിന്റെ സഹായം തേടിയതായാണ് കണക്കുകൾ. ലോക പുകയില വിരുദ്ധ ദിനത്തിനോടനുബന്ധിച്ച് പുറത്തിറക്കിയ പ്രസ്താവനയിൽ EHS തങ്ങളുടെ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ വഴി രാജ്യത്തുടനീളം 18 പ്രത്യേക പുകവലി നിർത്തൽ ക്ലിനിക്കുകൾ പ്രവർത്തിപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. പുകയില ഉപയോഗവുമായി ബന്ധപ്പെട്ട ആരോഗ്യ അപകടങ്ങളെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനൊപ്പം വൈദ്യചികിത്സ, കൗൺസിലിംഗ്, തുടർ പരിചരണം എന്നിവയിലൂടെ പുകവലി ഉപേക്ഷിക്കാൻ ആളുകളെ സഹായിക്കുക എന്നതാണ് പരിപാടിയുടെ ലക്ഷ്യമെന്ന് സംഘടന പറയുന്നു. ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും വിട്ടുമാറാത്ത രോഗങ്ങൾ കുറയ്ക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള പ്രതിരോധ ആരോഗ്യ സേവനങ്ങളുടെ ഒരു പ്രധാന ഭാഗമാണ് പുകവലി നിർത്തൽ പരിപാടി. EHS സ്മാർട്ട് ആപ്ലിക്കേഷൻ വഴിയോ അല്ലെങ്കിൽ ആരോഗ്യ കേന്ദ്രങ്ങളിൽ നേരിട്ടോ സഹായം വേണ്ടവർക്ക് രജിസ്റ്റർ ചെയ്യാം. രോഗം വീണ്ടും വരാനുള്ള സാധ്യത കുറയ്ക്കുന്നതിന് ബിഹേവിയറൽ തെറാപ്പി, മെഡിക്കേഷൻ സപ്പോർട്ട്, വെർച്വൽ കൺസൾട്ടേഷനുകൾ, തുടർച്ചയായ ഫോളോ അപ്പ് സെഷനുകൾ എന്നിവ സംയോജിപ്പിക്കുന്ന സമഗ്രമായ ചികിത്സാ സമീപനമാണ് ക്ലിനിക്കുകൾ പിന്തുടരുന്നതെന്ന് EHS വിശദീകരിച്ചു. EHS സ്മാർട്ട് ആപ്ലിക്കേഷൻ വഴിയോ അല്ലെങ്കിൽ ആരോഗ്യ കേന്ദ്രങ്ങളിൽ നേരിട്ടോ സഹായം വേണ്ടവർക്ക് രജിസ്റ്റർ ചെയ്യാം. 24 ദുബായ്. അജ്മാനിൽ സർക്കാർ ജീവനക്കാർക്ക് ആശ്വാസമേകി പുതിയ തൊഴിൽ നിയമം. ഗർഭിണികൾക്കും ഭിന്നശേഷിക്കാർക്കും ജോലി സമയത്തിൽ ഇളവ് നൽകുന്നതാണ് തീരുമാനം. സെപ്റ്റംബർ 1 മുതൽ നിയമം പ്രാബല്യത്തിൽ വരും. അജ്മാൻ ഭരണാധികാരി ഷെയ്ഖ് ഹുമൈദ് ബിൻ റാഷിദ് അൽ നുഐമിയുടെ ഉത്തരവനുസരിച്ചാണ് അജ്മാൻ സർക്കാർ പുതിയ നിയമം പുറത്തിറക്കിയിരിക്കുന്നത്. ഭിന്നശേഷിക്കാരായ ജീവനക്കാർ, ഗർഭിണികൾ, 18 വയസ്സിന് താഴെയുള്ള 5 അതിലധികമോ കുട്ടികളെ പരിചരിക്കുന്നവർ, സംരംഭകർ എന്നിവർക്ക് പുതിയ നിയമം പ്രത്യേക അവധികൾ നൽകുന്നുണ്ട്. വിവാഹത്തിനുള്ള അവധിയും കൂടും.
കൂടാതെ ഈ വിഭാഗത്തിൽപ്പെട്ട ജീവനക്കാർക്ക് ജോലി സമയത്തിൽ ഇളവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഭിന്നശേഷിക്കാരായ ജീവനക്കാർക്ക് ജോലി സമയത്തിൽ പ്രതിദിനം 2 മണിക്കൂർ വരെ ഇളവ് നൽകും. ഗർഭിണികളായ ജീവനക്കാർക്കും അംഗീകൃത മെഡിക്കൽ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ അസുഖമുണ്ടെന്ന് കണ്ടെത്തുന്നവർക്കും 2 മണിക്കൂർ തന്നെയാകും ഇളവ് നൽകുക. 5-ലധികം കുട്ടികളെ പരിചരിക്കുന്നവർക്ക് പ്രതിദിനം 1 മണിക്കൂർ ഇളവ് ലഭിക്കും. കുടുംബവർഷം എന്ന ലക്ഷ്യത്തിന് അനുസൃതമായി കുടുംബ ഭദ്രതയും സാമൂഹിക വികസനവും മുൻനിർത്തിയാണ് നിയമമാറ്റം. സർക്കാർ സ്ഥാപനങ്ങളിലെ എല്ലാ സിവിലിയൻ ജീവനക്കാർക്കും ഈ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കും. മന്ത്രിതല ഉത്തരവ് പ്രകാരം പുറത്തിറക്കിയ 2026 4-ാം നിയമം ഈ വർഷം സെപ്റ്റംബർ 1 മുതൽ പ്രാബല്യത്തിൽ വരും. സ്വദേശികളായ ജീവനക്കാർക്ക് പുതിയ ഗുഡ് സർവീസ് അവാർഡും ഏർപ്പെടുത്തിയിട്ടുണ്ട്. 24 ദുബായ്. സംസ്ഥാനത്ത് പുതിയ അധ്യയന വർഷത്തിന് തുടക്കമായി 3 ലക്ഷത്തിലധികം കുരുന്നുകളാണ് ഇന്ന് 1-ാം ക്ലാസ് പ്രവേശനം നേടിയത്. കേരളത്തെ ലോക വിദ്യാഭ്യാസത്തിന്റെ കേന്ദ്രമാക്കി മാറ്റുക എന്നതാണ് ലക്ഷ്യമെന്ന് പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പറഞ്ഞു. പാലൊളി വിതറുന്നേ, തിളങ്ങും പാൽച്ചിരി വിരിയുന്നേ, ഇനിയോരോ പൂവും പുഞ്ചിരി തൂകും നേരമായി മണ്ണേ. മധ്യവേനൽ അവധിക്ക് ശേഷം സ്കൂൾ തുറന്നപ്പോൾ 42 ലക്ഷം വിദ്യാർത്ഥികളാണ് ഇന്ന് വിദ്യാലയങ്ങളിൽ എത്തിയത്. 3,10,000 കുട്ടികൾ 1-ാം ക്ലാസ്സിൽ പ്രവേശനം നേടി. തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വർണ്ണാഭമായ സംസ്ഥാനതല ഉദ്ഘാടനം. സ്കൂൾ കാലത്തെ ഗൃഹാതുരത്വം പറഞ്ഞും വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിച്ചും മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. നല്ല സെന്റേഴ്സ് ഓഫ് എക്സലൻസ് കേരളത്തിൽ കൊണ്ടുവരിക എന്നതാണ് ഞങ്ങളുടെ മിഷൻ. വിദ്യാഭ്യാസത്തിനെ അതിന്റെ ഡെസ്റ്റിനേഷൻ പോയിന്റ് ആക്കി കേരളത്തെ മാറ്റുക. എല്ലാ സ്കൂളുകളിലും സമയത്ത് പാഠപുസ്തകങ്ങളും യൂണിഫോമും എത്തിക്കാൻ സാധിച്ചെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. എല്ലാ സ്കൂളുകളിലും സമയത്തിന് പാഠപുസ്തകങ്ങൾ എത്തിക്കാൻ സാധിച്ചു. യൂണിഫോം വിതരണം കാര്യക്ഷമമായി ഏറെക്കുറെ പൂർത്തീകരിച്ചു. അങ്ങനെ ഒരു പുതിയ അധ്യയന വർഷത്തിന് തുടക്കം കുറിക്കുകയാണ്. കളിയും ചിരിയും മായാതെ പഠനം ഏറ്റവും മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കുട്ടികൾക്ക് സാധിക്കട്ടെ എന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ ആശംസ. സർക്കാർ വിദ്യാലയങ്ങളിലും സ്വകാര്യ സ്കൂളുകളിലും പ്രവേശനോത്സവം ആവേശമായി. തകർക്കോ ഈ വർഷം? നമ്മൾ പഠിക്കുകയല്ലേ മിടുക്കരായിട്ട്. A+ വാങ്ങൂ. പിന്നല്ല. കരച്ചിലും പിണക്കവുമില്ലാതെ എന്ത് പ്രവേശനോത്സവം. ചിലർക്ക് കൗതുകം, ചിലർക്ക് പുതിയ കൂട്ടുകാരെ കിട്ടിയതിന്റെ സന്തോഷം. കൂട്ടുകാരെ പരിചയപ്പെട്ടും കളിചിരിയിൽ അലിഞ്ഞും കുരുന്നുകൾ ആദ്യ ദിനം ആഘോഷമാക്കി. അക്ഷരലോകത്തേക്ക് കാലെടുത്ത് വയ്ക്കുന്ന കുരുന്നുകൾക്ക് 24-ന്റെ ആശംസകൾ. ന്യൂസ് ഡെസ്ക് 24. വാഹനാപകടത്തിൽ മസ്തിഷ്ക മരണം സംഭവിച്ച 22-കാരൻ 4 പേർക്ക് പുതുജീവനേകി യാത്രയായി. കണ്ണൂർ സ്വദേശിയാണ് ഹൃദയവും കരളും 2 വൃക്കകളും ദാനം ചെയ്ത് 4 പേരുടെ ജീവിതത്തിന് പുതിയ പ്രതീക്ഷ നൽകിയത്. കഴിഞ്ഞ 28-നാണ് ഗുരുതരമായ പരുക്കുകളോടെ യുവാവിനെ കണ്ണൂർ ആസ്റ്റർ മിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ജീവൻ രക്ഷിക്കുന്നതിനായി ഡോക്ടേഴ്സ് പരമാവധി ശ്രമിച്ചെങ്കിലും മെയ് 31-ന് മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചു. മകന്റെ വിയോഗത്തിന്റെ തീരാദുഃഖത്തിനിടയിലും അവയവങ്ങൾ ദാനം ചെയ്യാൻ മാതാപിതാക്കളെടുത്ത ധീരമായ തീരുമാനമാണ് 4 പേർക്ക് തുണയായത്. സംസ്ഥാന സർക്കാരിന്റെ അവയവദാന ഏജൻസിയായ കേസോട്ടോ വഴിയാണ് അവയവ കൈമാറ്റ പ്രക്രിയകൾ ഏകോപിപ്പിച്ചത്. തുടർന്ന് രാവിലെ 9 മണിയോടെ ഹൃദയം ഹെലികോപ്റ്ററിൽ കൊച്ചി ആസ്റ്റർ മെഡിസിറ്റിയിൽ ചികിത്സയിലുള്ള 48-കാരനായ മലപ്പുറം സ്വദേശിക്കായി എത്തിക്കുകയായിരുന്നു. കണ്ണൂർ ആസ്റ്റർ മിംസ് ആശുപത്രിയിൽ നടന്ന വൃക്ക മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ പൂർത്തിയായി. കോഴിക്കോട് മെഡിക്കൽ കോളേജിലും ബേബി മെമ്മോറിയലിലും നടന്ന വൃക്ക കരൾ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ പൂർത്തിയായി.
യുവാവിന്റെ മൃതദേഹം കണ്ണൂരിലെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. 24 കണ്ണൂർ. ഗൾഫ് ടുഡേ പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.